ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കണ്ട് ഇതുപോലെയുള്ള നമ്മുടെ ചെടിച്ചട്ടികൾ, അതായത് സിമൻറ്റ് ചട്ടികളാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെയിൻ്റ് അടിക്കാനായിട്ട് നമ്മൾ പെയിൻ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 വർഷമായ ചട്ടികളാണ് ഈ ഇരിക്കുന്നതെല്ലാം, അതായത് സിമൻറ്റ് ചട്ടികൾ. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് ഇതുവരെയും പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ പെയിൻറ്റ് വാങ്ങിച്ചപ്പോൾ നമ്മൾ ആ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, പായലൊക്കെ ഉള്ള ചട്ടിയാണെങ്കിൽ ദാണ്ട് ഇതുപോലുള്ള ഈ പേപ്പർ വെച്ച് ഒന്ന് പിടിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഇത് വെച്ച് തൂക്കുമ്പോൾ അതിനകത്ത് പായലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടുമെന്ന്. അപ്പം നമ്മുടെ ചട്ടിക്കകത്ത് വലിയ രീതിയിൽ പായലൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇൻ്റർലോക്കിനകത്താണ് വെച്ചേക്കുന്നതെങ്കിലും കുറച്ച് മഴയൊക്കെ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോഴോ ഒക്കെ ചട്ടിക്കുള്ളിലുള്ള മണ്ണൊക്കെ അതൊക്കെ അതിലേക്ക് തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മണ്ണാണെന്ന് കേട്ടോ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് പെയിൻ്റ് അടിക്കാനുള്ള കപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അരഭാഗം നമ്മൾ പെയിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല, എന്നാലും അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട്, 1.5 ഗ്ലാസ് വെള്ളമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അത്രയും ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ, കുറച്ചേ ഒഴിച്ചു കൊടുത്തുള്ളൂ. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെടിച്ചട്ടിയിലേക്ക് പോവുകയാണ് പെയിൻ്റ് അടിക്കാനായിട്ട്. ആദ്യം തന്നെ വലിയൊരു കടമ്പയായിരുന്നു കേട്ടോ. അവിടെ നിരത്തി വെച്ചിരുന്ന കുറേ പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവയെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻ്റർലോക്കിനകത്തോട്ട് പെയിൻ്റ് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ചാക്കുകളും പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ പെയിൻ്റ് അടിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ പെയിൻ്റ് അങ്ങോട്ട് അടിച്ച് തുടങ്ങിയ സമയത്തുണ്ടല്ലോ, എനിക്ക് ആ വെള്ളം ഒഴിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, അവർ പറഞ്ഞത് വെച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിച്ചുകൊണ്ടാണോ എന്നറിയണ്ട, എന്തോ ഒരു കളർ വ്യത്യാസം പോലെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്തോ എടുത്തു, കുറച്ചും കൂടി പെയിൻറ്റ് കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കറക്റ്റിനൊരു കളർ കിട്ടിയത്. അങ്ങനെ ഒരുപാട് വെള്ളം എനിക്ക് തോന്നുന്നില്ല, ഇതിനെപ്പറ്റി അറിയത്തുമില്ല. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കടയിൽ ഞാൻ പറഞ്ഞല്ലോ വാങ്ങിച്ച് അവരോട് ചോദിച്ചത് വെച്ചാണ് നമ്മൾ ചെയ്തത്. ആദ്യം ഒരു സ്റ്റൂളൊക്കെ ഇട്ട് ഇരുന്ന് സമാധാനമായിട്ട് അടിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. അപ്പം അത് നടക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നൊക്കെ ചട്ടിയിൽ പെയിൻ്റ് അടിയൊക്കെ തുടങ്ങി. നല്ല വെയിലുള്ള സമയമായിരുന്നു കേട്ടോ. അതായത് രാവിലെ തന്നെ, ഇപ്പോൾ വെയിലാണല്ലോ, അതിരാവിലെ തന്നെ നമ്മൾ പെയിൻ്റ് അടി തുടങ്ങിയെങ്കിലും പക്ഷേ സൂര്യൻ വന്നിട്ടില്ലെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം പനിയും കൂടിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പനിയാണെന്നും പറഞ്ഞ് നമുക്ക് പിന്നോട്ട് മാറി നിൽക്കാനെ കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നോട്ട് നാളെ ആട്ടെ എന്നും പറഞ്ഞ് പിന്നോട്ട് വലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് ഒരു കാലത്തും നടക്കത്തില്ല കേട്ടോ. അപ്പം നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായിരിക്കും നല്ലതല്ലേ? നിങ്ങൾ അങ്ങനെയുള്ളവരാണോ? എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ കുറേയൊക്കെ മണ്ണൊക്കെ ഉള്ളത് ഞാനൊരു തുണിയൊക്കെ വെച്ച് തുടച്ച് അത് ഇച്ചിരിയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭാരം ഉണ്ടായിരുന്നു. ഒരു 4 വർഷമായി ചെടിച്ചട്ടിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അന്ന് ചേർത്ത പോട്ട് മിക്സ് കുറേ നാളായത് നമ്മൾ ഒരുപാട് ഈ മൺചട്ടിയിലൊക്കെ റീപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിനകത്ത് തന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെടി മാറ്റിയിട്ട് അത് കൂട്ടി ഇളക്കിയാണ് പിന്നെ നടുന്നത്. അപ്പം നമ്മൾക്ക് ഈ ചെടിച്ചട്ടിയിലൊക്കെ ഉള്ള വലിയ ചട്ടിയിലൊക്കെ ഉള്ള മണ്ണിൽ ഇച്ചിരി ഭാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ടൊക്കെ നടക്കുന്നത് തന്നെ വലിയൊരു ടാസ്ക്കായിരുന്നു. ഇതിന് മുന്നേ ഇവിടെ ഇരുന്നൊരു പെയിൻറ്റ് വെച്ച് അടിച്ച ചെടിച്ചട്ടിയാണ് കേട്ടോ. അതിനകത്തോട്ട് വീണ്ടും ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. അതൊരു ഓറഞ്ച് കളറായിരുന്നു. ഇപ്പം നമ്മൾ വാങ്ങിച്ചേക്കുന്ന കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടിയിലൊക്കെ സാധാരണയായിട്ട് അടിക്കുന്ന കളറാണെന്നാണ് ആ പെയിൻറ്റ് കടയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് കളറായിരിക്കുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര ചാക്കുകൾ ഇട്ടിട്ടും നമുക്ക് തികയുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുകളൊക്കെ കൊണ്ടുവന്ന് നിരത്തിയിട്ടും. കാരണം പെയിൻ്റ് അല്ലേ, അത് തറയിലൊക്കെ പറ്റിയാൽ തന്നെ പോകത്തില്ലല്ലോ. അപ്പം അത് ഉദ്ദേശിച്ചാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വെക്കുന്നത്. കുറേ നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് സമയം എടുക്കത്തില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിരുന്നാൽ നമുക്ക് കുറേ നേരം ആ ചെടിച്ചട്ടിയൊക്കെ ഈ പ്ലാസ്റ്റിക്കിൽ തന്നെ വെച്ചേക്കാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊന്നും ചെയ്യണ്ട. പിന്നീട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെടികളെല്ലാം ഒന്നും കൂടി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചെടികളിലൊക്കെ നിറച്ചും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ പൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ചട്ടികളും കൂടി ഇങ്ങനെ പഴഞ്ചം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് കരുതിയാണ് കേട്ടോ നമ്മളിപ്പോൾ പെയിൻ്റ് അടിയൊക്കെ തുടങ്ങിയത്.
അവിടെ 2 കുഞ്ഞു കാലുകൾ കണ്ടോ? ഇതെൻ്റെ കുഞ്ഞിപ്പുഴുവിൻ്റെ കാലുകളാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ഈ പെയിൻറ്റിനകത്തൊക്കെ വന്ന് കളിക്കാൻ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത് വന്ന് കയറല്ലേന്ന്. എന്നാലും വന്ന് കുരുത്തക്കേട് കാണിച്ചുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ നിയന്ത്രിക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ ഈ പെയിൻ്റടിയും ചെറിയ വെയിലും ചൂടും എല്ലാം കൂടി വലിയ പാടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാം നടക്കുകയല്ലേ, അപ്പോൾ എക്സാമിൻ്റെ ഇടയ്ക്ക് സ്റ്റഡി ലീവ് ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റഡി ലീവ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞിപ്പുഴുവിനൊക്കെ. അപ്പം നമ്മൾ ഈ പെയിൻ്റടിയും കൂടി ഇനി കുറേ ദിവസമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് എല്ലാ ജോലികളും കൂടി നടക്കത്തില്ല, കുട്ടികളൊക്കെ വീട്ടിലുള്ളതും കൂടിയല്ലേ. അപ്പം നമ്മൾ വിചാരിച്ച് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചെയ്ത് പോകാമെന്ന്. അപ്പം എൻ്റെ കുഞ്ഞിപ്പുഴുവും മോനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യത്തിലും. നമുക്ക് ഇഷ്ടമുള്ള ജോലികളൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അത്രയും ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ചെടികളോടൊക്കെ അത്രയേറെ ഇഷ്ടമുള്ളവരാണോ നിങ്ങളൊക്കെ? അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണേ കേട്ടോ. ഈ ചെടിച്ചട്ടികളിലൊക്കെ പെയിൻ്റ് അടിക്കുന്നത് തന്നെ അത്ര സ്പീഡുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ സ്പീഡ് എത്ര വേണേലും ആക്കാമല്ലോ. അപ്പോൾ കാണുന്നവർക്ക് തോന്നും ഇതെല്ലാം എളുപ്പമുള്ളൊരു കാര്യമാണെന്ന്. എന്നാൽ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ചെയ്തു തുടങ്ങുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ ഏകദേശം കുറേയൊക്കെ ചട്ടികളിൽ ഞാൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വെയിലാവുന്നതിന് മുന്നേ പെയിൻ്റ് അടിച്ച് കഴിയുക എന്നത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഉദ്ദേശവും. അപ്പോൾ അതേതായാലും സാധിച്ചിട്ടുണ്ട്. എല്ലാം കൂടി പെയിൻ്റ് അടിക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും ഏകദേശം കുറേയൊക്കെ ചട്ടികളിൽ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂവും കൂടി നമുക്ക് കാണാവേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അലങ്കോലം ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചട്ടികളെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നതും കൂടി വേണം. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ചട്ടികളോടും ഇങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ട് ഇപ്പോൾ ബോഗൺവില്ല പ്ലാന്റിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കൊഴിഞ്ഞു വീണതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇൻ്റർലോക്കിനകത്ത് കുറേയൊക്കെ പോച്ചകൾ, നമ്മൾ എത്ര പോച്ച പറിച്ചാലും ഇൻ്റർലോക്കിനകത്തോടെയൊക്കെ പോച്ച കയറി വരും കേട്ടോ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നമുണ്ടോ? നമ്മൾ ഇൻ്റർലോക്കൊക്കെ ഇട്ടപ്പോൾ അടിയിൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ഇൻ്റർലോക്ക് ഇട്ട് കൊടുത്തത്. എന്നാലും ഇൻ്റർലോക്കിനകത്തോടെ പോച്ച കിളിച്ച് വരും. എന്നാലും പോച്ച മാത്രമല്ല കേട്ടോ, എനിക്ക് കുറേ ചെടികളും ഇൻ്റർലോക്കിനകത്തോടെ കിളിച്ച് വരുന്നുണ്ട്. അതെനിക്ക് നല്ലതാണ്. അതായത് ചട്ടികളൊന്നും ഇല്ലാതെ ഇൻ്റർലോക്കിനകത്തോടെ ചെടികളൊക്കെ കിളിച്ച് വരുമ്പോൾ അത് ഞാൻ നശിപ്പിച്ച് കളയാറൊന്നുമില്ല. അതുകൊണ്ടാണ് ആ ചെടികളൊക്കെ അങ്ങനെ നിൽക്കുന്നതാണ്. ചട്ടികളൊന്നും ഇല്ലാതെ ഇൻ്റർലോക്കിനകത്തോടെ കിളിച്ച് വന്നതാണ്. അപ്പം എന്നിട്ട് പെയിൻ്റടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഉള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ചെടികളൊക്കെ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ കുറേ ഉണങ്ങിയ ബോഗൺവില്ല പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ചാക്കുകളും കവറുകളും എല്ലാം മടക്കി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനകത്തെല്ലാം കുറേ ഇലകളും പൂക്കളും എല്ലാം പൊഴിഞ്ഞു വീണ് വീണ്ടും ഇൻ്റർലോക്ക് എല്ലാം നശിച്ച് നാറാണക്കല്ലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ ബോഗൺവില്ല പ്ലാന്റുകളിനകത്ത് ഉണങ്ങി നിൽക്കുന്നതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ തൂത്തൊക്കെ വാരി, കുറേ തൂത്ത് വാരി അങ്ങ് വരെ ചെന്നപ്പോൾ കാണാൻ നല്ലൊരു കാറ്റ് ഇങ്ങോട്ട് വീശി. അപ്പം തന്നെ ആ തൂത്തുവാരിയത് മൊത്തം തിരിച്ച് ഞാൻ തൂത്ത ഭാഗത്തേക്ക് തന്നെ പോയി. അതോടെ തീർന്നു കേട്ടോ, എൻ്റെ കിളി പോയതുപോലെയായി. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.